ക്ലിനിക്കിലെ രജിസ്റ്റർ നോക്കിയപ്പോ 3 ദിവസം ലീവ്. ബുധൻ വ്യാഴം വെള്ളി. മോനെ മനസ്സിലിട്ട് പൊട്ടി. അപ്പൊ നമുക്ക് ട്രിപ്പ് പോവാം. ബുധനാഴ്ച ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. എങ്ങോട്ടറിയോ? ആന്ധ്രാപ്രദേശിലെ ബേലങ്കവിലേക്ക്. വാച്ചിൽ സമയം നോക്കി. നല്ല സമയം. റെയിൽവേക്കുള്ള ടിക്കറ്റ് എടുത്തു. 10 റുപ്യ ഹുയി. ഊരി പോണ പാന്റും ഷെഡിട്ടൊരു ചന്തിയും കണി കണ്ടു. നല്ല തുടക്കം. ഹായ്. ബസ് ഇറങ്ങി. ബസ് പോയി. ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. കൗണ്ടറിലെ QR കോഡ് സ്കാൻ ചെയ്ത് കല്ലായിന്ന് പാലക്കാടേക്ക് ടിക്കറ്റ് എടുത്തു. 65 റുപ്യ ഹുയി. പച്ചപ്പും പൂന്തോപ്പും താണ്ടി 1-ാം പ്ലാറ്റ്ഫോമിൽ പോയിരുന്നപ്പോ ട്രെയിൻ അതാ പോണ്. പേടിക്കണ്ട, അത് നമ്മളെ ട്രെയിൻ. ഇതാ വരുന്നു. ഇതാണ് നമ്മളെ ട്രെയിൻ. വണ്ടി നിർത്തുന്നതിന്റെ മുന്നേ ഈ ചങ്ങായി തൂങ്ങി അങ്ങോട്ട് കയറി. അതാ ഓനൊന്ന് വീഴാൻ പോയി. അപ്പൊ ഞമ്മക്ക് അതിലേ കയറണ്ട, ഇതിലേ കയറാം. ഞാനും നിർത്തുന്നതിന്റെ മുന്നേ കയറി. ഇതൊന്നും ആരും അനുകരിക്കരുത് കേട്ടോ. എന്റെ ഒരു ഭാഗ്യം നോക്കി എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ പാലത്തിന്റെ അടി കൂടെ കൊണ്ടുപോയി പാടത്തുള്ള ട്രാക്ടറും കൊക്കിനൊക്കെ കണ്ട് യാത്ര ഇങ്ങനെ തുടർന്ന് എവിടെ എത്തി? പാലക്കാട് എത്തി. പാലക്കാട് പ്ലാറ്റ്ഫോം ഒക്കെ എന്താ വൃത്തി. 2 മണിക്ക് കയറിയ ഞാൻ 5:30 ഇവിടെ എത്തി. സൂര്യേട്ടൻ നല്ല വെളിച്ചം തന്ന് സ്വീകരിച്ച് തൃപ്തിയും പെടുത്തി. നമ്മൾ പോണത് ബേലങ്കേവിലേക്കാണല്ലോ. അതിന്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തടിപത്രി. ടിക്കറ്റ് 285 ഹൊയ്. വണ്ടി വരാൻ സമയമുള്ളതുകൊണ്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തൊക്കെ എന്താ വൃത്തി, നല്ല ഭംഗി. നോക്കുമ്പോ ആ നേന്ത്രപ്പഴം നല്ല സാധനം. 1/2 കിലോ വാങ്ങി 25 റുപ്യ ഹൊയ്. പെട്ടെന്ന് ട്രെയിനിന് വിശക്കുമ്പോ തിന്നാലോ. ചായക്കട കണ്ടപ്പോ ഒരു വെള്ളച്ചായ കൂച്ചു. കമ്പനിക്ക് ഒരു പഴംപൊരി കീച്ചി. 24 റുപ്യ ഹൊയ്. മന്ദം വരുന്ന ഈ വണ്ടിയാണ് നമ്മളെ വണ്ടി. പൂനെ എക്സ്പ്രസ്. കന്യാകുമാരിന്ന് പൂനെക്ക് എന്നുണ്ട്. നല്ല ഒട്ടിയ. ബുധനാഴ്ച ആയതുകൊണ്ടാണോന്നൊന്നും അറിയില്ല. ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ല. ഞാൻ നേരെ മേളിലെ ബർത്തിൽ കയറി കിടക്കാനുള്ള സെറ്റപ്പ് ഒക്കെ അവിടെ കണ്ട് കടന്നു ഉറങ്ങി. തിരുപ്പതി എത്തിയിട്ടുണ്ട്. അപ്പൊ കുറച്ച് തിരക്കൊക്കെ കൂടി. പുതിയ ആൾക്കാരൊക്കെ കയറി. സാധാരണ ജനറലിൽ ഉണ്ടാവണ അത്ര കുത്തി തിരക്കൊന്നുമില്ല. പിന്നെ എന്റെ അടുത്തിരിക്കുന്ന ബൈക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് നീങ്ങി. ഓനൊന്ന് ഉറങ്ങി. തിരുപ്പതി സ്റ്റേഷനിൽ പല പലർച്ചയ്ക്ക് വരെ നിറച്ച ആൾക്കാരാണ്. ഇരുന്നുറങ്ങിയ ഞാൻ കൈകൊട്ടണ വെച്ചിട്ട് കണ്ണ് തുറന്നു നോക്കി. അപ്പണ്ടൊരു ഹിജട വേഗം കണ്ണടച്ച് വായ തുറന്ന് ഉറങ്ങണ മേരി കാട്ടി. കഴിച്ചലായി. പിടിച്ചോറിക്കാർക്കൊന്നും ഞാൻ പൈസ കൊടുക്കൂല. സൂര്യൻ ഉദിച്ചിണ്ടേ. അടുത്തതായി വന്നത് സമൂസക്കാരൻ. 30 റുപ്യക്ക് 6 സമൂസ, 1 മുളക്. ലാഭല്ലേ? എന്തായാലും ഞാൻ വാങ്ങിയില്ല. ഉടനെ അടുത്ത ആള് വന്നു. TTR. ടിക്കറ്റ് എടുത്തിട്ട് TTR വന്നില്ലെങ്കിൽ ഭയങ്കര സങ്കടം. TTR വന്നോണ്ട് ഇക്കും ഭയങ്കര സന്തോഷായി. ടിക്കറ്റിന്റെ നെഞ്ചിൽ ആഞ്ഞൊരു വെട്ടും വെട്ടി മൂപ്പര് പോയി. അപ്പൊ അതാ അടുത്ത ആള് രംഗപ്രവേശനം ചെയ്തു. മൂപ്പര് കയ്യിലുള്ള തുണി കൊണ്ട് നിലൊക്കെ തുടച്ച് ചപ്പും ചവറൊക്കെ എടുത്ത് അങ്ങനെ പോവും. ആരേലും എന്തേലൊക്കെ കൊടുത്താ വാങ്ങും. വരണ്ട പാടങ്ങളും നിരന്ന പറമ്പും താണ്ടി ട്രെയിന് തടിപത്രി എത്തി. ഞാൻ എന്നിട്ട് ട്രെയിൻ ഇറങ്ങിയിട്ട് പരിചയപ്പെട്ട ബായിക്ക് ടാറ്റയ്ക്ക് കൊടുത്ത് തിരിയുമ്പോ മുന്നിൽ നിൽക്കുന്ന അണ്ണനുണ്ട്. ക്യാമറ കണ്ടിറങ്ങിൽ ഷർട്ടത്തെ ചുളിയൊക്കെ ഒന്ന് നൂർത്തി. തടിപത്രി സ്റ്റേഷനിൽ എത്തിയപ്പോ സമയം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. വീഡിയോ എടുക്കുമ്പോ ഇങ്ങനെ കഷ്ണമായിട്ടാ കാണണേ. ശരിക്കും 9:01 ഫുൾ ആയിട്ട് കാണുന്നുണ്ട്. ഓവർ ബ്രിഡ്ജ് കയറാൻ മടിയായതുകൊണ്ട് ഞാനും ഓരെ പോലെ പാളത്ത് കൂടെ ക്രോസ് ചെയ്തു. ഇതും ആരും അനുകരിക്കരുത് കേട്ടോ. അപ്പുറത്ത് ചെന്ന് ടാപ്പ് ഞെക്കി നോക്കിയപ്പോ വെള്ളം വരുന്നുണ്ട്. മോളിൽ അതാ ആരോ പല്ല് തേച്ച് ഉപേക്ഷിച്ചിട്ട് പോയ പ്രകൃതിദത്തമായ ബ്രഷ്. ഞാൻ എന്റെ ആധുനികമായ ബ്രഷ് എടുത്ത് അതിൽ പേസ്റ്റ് തേച്ച് തലങ്ങും വിലങ്ങും കരകരാ കിരികിരി കുരുകുരു നന്നായിട്ട് അങ്ങോട്ട് പല്ല് വെച്ചു. പല്ല് തേച്ച സന്തോഷത്തില് ബാഗിൽ നിന്ന് ഒരു പഴം എടുത്തിട്ട് അതങ്ങോട്ട് തിന്നു. തടിപത്രി റെയിൽവേ സ്റ്റേഷനിലെ ഈ സ്റ്റാളില് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭക്ഷണം കിട്ടും. TTRമാരൊക്കെ ഇവിടുന്ന് കഴിക്കുന്നുണ്ട്. സ്റ്റേഷനിൽ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനി തടിപത്രി ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. ബസ് സ്റ്റാൻഡിലേക്ക് പോകണമെങ്കിൽ 4 കിലോമീറ്റർ. ഓട്ടോറിക്ഷയ്ക്ക് 150 റുപ്യ. ഷെയർ ആണെങ്കിൽ 30 റുപ്യ. ഇന്ത്യയിലെ ആവശ്യത്തിലധികം സമയമുള്ളതുകൊണ്ട് ഞാൻ അവിടെ ഓട്ടോറിക്ഷയിൽ കയറിയിരുന്നു. ഷെയറിനുള്ള ബാക്കി ആൾക്കാർ വന്നു. അങ്ങനെ ഞങ്ങൾ 5 ആൾ കൂടി ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അവിടെ എത്തിയപ്പോ എനിക്ക് പ്രോട്ടീനുള്ള എന്തെങ്കിലും തിന്നാൻ തോന്നി. നോക്കുമ്പോ അതാ മുട്ട പുഴുങ്ങിയത്. 2 മുട്ട പുഴുങ്ങിയത് ചോദിച്ചു. ആ ഏട്ടൻ മുട്ട 4 കീറാക്കി ഉപ്പും മുളകും തേച്ച് 2 കഷ്ണം ഉള്ളിയും തന്നു. അതങ്ങോട്ട് തിന്നു. ആഹാ, 20 റുപ്യ ഹൊയ്. ബസ് സ്റ്റാൻഡിലേക്ക് കയറുമ്പോ തന്നെ അവിടെ ഒരു മൂത്രപ്പര. സർക്കാർ സംവിധാനം കണ്ടപ്പൊരു കൗതുകം. എനിക്കും പൂതിയായി. ഞാനൊന്ന് മുള്ളി. തടിപത്രി ബസ് സ്റ്റാൻഡിൽ അങ്ങേയറ്റത്ത് 704 നമ്പറുള്ള ഈ വണ്ടിയാണ് നമുക്ക് പോകേണ്ട വണ്ടി. നമ്മൾ പോകാൻ പോണ സ്ഥലം ആരും മറന്നിട്ടില്ലല്ലോ. ബേലം കേവ്സ്. ബസ്സിൽ കയറി സീറ്റിൽ ഇരുന്നു. നല്ല ബസ്. വലിയ തിരക്കൊന്നുമില്ല. മുട്ടൊക്കെ തിന്ന് മൂത്രമൊക്കെ ഒഴിച്ച് ഞാൻ നല്ല ചാർജ് ആയിരിക്കാണ്. ബാക്കിലെ അണ്ണൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. ബസ്സിലെ സീറ്റും കിട്ടിയ സന്തോഷത്തില് ഞാനൊരു പഴം കൂടി അങ്ങോട്ട് തിന്നു. എന്താ രസം. ഹായ്. 10:11 ആയപ്പോ ബസ് നീങ്ങി തുടങ്ങി. വാച്ചാണെങ്കിൽ 2 മിനിറ്റ് മുന്നിലാണ്. അത് നോക്കണ്ട. മുന്നിലിരിക്കണ അമ്മച്ചി സാരിയൊക്കെ റെഡിയാക്കി സെറ്റായി. കണ്ടക്ടർ വന്നു. ടിക്കറ്റ് എടുത്തു. 40 റുപ്യ ഹുയി. കുന്നുംപുറം കാറ്റാടി യന്ത്രം കണ്ട് കുലുങ്ങി ഞങ്ങൾ ഇങ്ങനെ പോവാണ്. അപ്പോഴാണ് ശ്രദ്ധിക്കണേ റോഡിന്റെ സൈഡിലൊക്കെ ഗ്രാനൈറ്റ് മുറിച്ചിട്ട പോലെ ചെറിയ കുറെ കഷ്ണങ്ങൾ. പോരാത്തന്നെ ഇവിടെ കാണുന്ന കുറെ വീടുകളും മതിലും എല്ലാം പടുത്തിരിക്കുന്നത് ഈ ചെറിയ കഷ്ണങ്ങൾ കൊണ്ടാണ്. ഈ മതിലുണ്ടോ? അങ്ങനത്തെ മുറി കഷ്ണം കൊണ്ട് പടുത്ത മതിലാണ്. ഈ കല്ലാണ് ഇവിടുത്തെ മെയിൻ താരം. എവിടെ നോക്കിയാലും ഉണ്ട്. കുറച്ചുകൂടി മുന്നിക്ക് പോയപ്പോ മുറി കഷ്ണത്തിന്റെ ആറാട്ട്. ഇവിടുത്തെ മേൽമണ്ണിന്റെ അടിയിൽ ഫുള്ള് പാറയാണെന്നാ തോന്നണേ. അത് കണ്ടോ? മല വരെ കല്ല് പീസ് വെച്ച് അടുക്കി വെച്ച പോലെ ഉണ്ട്. അങ്ങനെ ബേലങ്കവിന്റെ സ്റ്റോപ്പ് എത്തി. ബസ്സിൽ നിന്ന് ഇറങ്ങി. ബസ് പോയി. ദാ സമയം 11:06. ഇതാണ് നമ്മളെ ബേലങ്കവിന്റെ പുറത്തെ കവാടം. ഉച്ചയിലെ വെയില് മണ്ടയിൽ കുത്തിയപ്പോ ഞാൻ തനി ആന്ധ്രക്കാരനായി. തോർത്തുണ്ട് തലയിൽ ചുറ്റി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള തട്ടുകട ഉണ്ട് എന്നൊക്കെ നോക്കി വെച്ച് ഞാൻ ഉള്ളിക്ക് നടന്നു. ആഹാ, എന്ത് നല്ല വിജനമായ സ്ഥലം. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ആളുണ്ടാവരുത്. ആള് കൂടിയാൽ സ്ഥലത്തിന്റെ രസം പോയി. മനുഷ്യന്മാരുടെ അതിപ്രസരം ഇല്ലാത്ത സ്ഥലം കാണണമെങ്കിൽ ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും വരണം. വെയിൽ മുഖത്തടിച്ച് സൗന്ദര്യം കളയേണ്ട വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു? മായാവിലെ സ്രാങ്കായി. ആശാൻ. ഒരു വെയിലത്ത് വരണ്ട് നിൽക്കണ ഈ മണ്ണിൽ ഉയർന്നു നിൽക്കണ മരങ്ങളിൽ ഏറെയുള്ളത് ആര്യവേപ്പാണ്. മരത്തിന്റെ ഇടയിൽ കൂടെ അവിടെ നമുക്കൊരു ബുദ്ധന്റെ പ്രതിമ കാണാം. ഞാൻ ഈ നടവഴി കൂടെ മെല്ലെ ഇങ്ങനെ മുന്നോട്ട് നടന്നു.
അപ്പോഴാണ് എല്ലാ മരത്തിനോടും പിണങ്ങി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മരം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിലാണെങ്കിൽ നല്ല ഭംഗിയുള്ള പൂവും. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ കൂടുതൽ ഭംഗി. ഞാനൊന്ന് തൊട്ടു നോക്കി. മരത്തിലെ പൂവൊന്നും പറിക്കാൻ പാടില്ല, ഇഷ്ടമുള്ളതിനൊക്കെ വെറുതെ വിടുക, അതാണ് അതിന്റെ ഭംഗി, അതാണ് അതിന്റെ ശരി. ഈ പൂവിന്റെ ഭംഗി എന്നെ വല്ലാതെ വശീകരിച്ചു. അതുകൊണ്ട് പൂവിനെ വീണ്ടും വീഡിയോ എടുത്ത് കുറച്ചു നേരം കൂടി ഞാൻ അവിടെ നിന്ന് പൂവിന്റെ ഇടയിൽ കൂടെ നോക്കുമ്പോൾ അവിടെ ബുദ്ധന്റെ പ്രതിമ കാണാം. ഇതന്നെ ആയിക്കോട്ടെ ബുദ്ധന്റെ പ്രതിമയ്ക്കുള്ള ഇൻട്രോ. അങ്ങനെ നമ്മൾ പ്രതിമേന്റെ അടുത്തേക്ക് പോവാണ്. 40 അടി ഉയരത്തിലുള്ള പ്രതിമയാണിത്. എന്തിനാണ് ബുദ്ധന്റെ പ്രതിമ ഇവിടെ വെച്ചതെന്ന് നിങ്ങൾക്കറിയോ? ധ്യാനത്തിന് വേണ്ടി ഗുഹകൾ ഉപയോഗിക്കുക ബുദ്ധന്മാരുടെ സ്ഥിരം പരിപാടിയാണ്. അവർക്ക് ഇവിടെ ഉണ്ടായിരുന്ന സ്വാധീനം കാണിക്കാനാണ് ഇത് സ്ഥാപിച്ചത്. പ്രതിമയുടെ ചുറ്റും വലം വെച്ചപ്പോൾ അകത്തേക്കുള്ള ഒരു വഴി കണ്ടു. അതിലെ ഞാൻ അകത്തോട്ട് കയറി. അകത്ത് കയറിയപ്പോ കണ്ടത് ബുദ്ധനെ താങ്ങി നിർത്തുന്ന കുറെ തൂണുകളാണ്. തൂണുകൾക്കിടയിലൂടെ നടന്നപ്പോൾ ഞാൻ ഷാറുഖ് ഖാനായ പോലെ തോന്നി. പെട്ടെന്ന് എന്റെ വെകിളിത്തരം പുറത്തു ചാടി ഞാൻ ഷാറുഖ് ഖാൻ കളിച്ചു. നാടകം അഭിനയം കഴിഞ്ഞ് പ്രതിഭ പുറത്തേക്ക് ഇറങ്ങി. വെയിലായതുകൊണ്ട് തോർത്തുകൊണ്ട് മുഖം വീണ്ടും മൂടിക്കെട്ടി. ഇപ്പൊ ഞാൻ അൻവറിലെ പൃഥ്വിരാജിനെ പോലെ തീവ്രവാദിയായി നടന്നു. കേവിന്റെ അടുത്തേക്ക് നടന്നു പോകുമ്പോഴാണ് പുറത്ത് കുറെ മോട്ടറുകൾ വർക്ക് ചെയ്യുന്നത് കണ്ടത്. ഇതെന്താണ് സാധനം എന്നും എന്തിനാണ് വർക്ക് ചെയ്യണമെന്നും ഒരു പിടിയും കിട്ടിയില്ല. പോണ വഴിക്ക് സൈഡിൽ ഇരിക്കുന്ന അണ്ണന്മാരോട് ചോദിച്ചു. ഒരു തെലുങ്കിൽ എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. 1-2 ഐസ്ക്രീം പാർലറും ഫിഷ് പായും ഒക്കെ സൈഡിലായിട്ട് കാണാനുണ്ട്. ഇവിടെ അധികം ആരും വരാത്തതുകൊണ്ട് കടകൾ കുറവാണ്. ഇതാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ. കുട്ടികൾക്ക് 50, മുതിർന്നവർക്ക് 70. ഞാനൊരു കുട്ടിയാണെന്നാണ് എന്റെ മനസ്സിൽ. പക്ഷെ വേറെ ആർക്കും ഇത് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ അഡൾട്ടിനുള്ള ടിക്കറ്റ് എടുത്തു. 70 റുപ്യ ഹൊയ്. ഈ പീഠം കടന്നു വേണം കേവിലേക്ക് പോകാൻ. അത് തന്നെയാണെന്ന് കറക്റ്റ് അറിയില്ലെങ്കിലും ഊഹാപോഹം വെച്ച് പോയതാണ്. അപ്പൊ എൻട്രൻസ് എന്നൊരു ബോർഡ് കണ്ടപ്പോൾ ഉറപ്പിച്ചു. ദാ ഒന്ന് തിരിഞ്ഞപ്പോ തന്നെ കേവിന്റെ പുറംഭാഗം കാണാണ്ട്. ഞാൻ മെല്ലെ കേവിന്റെ അടുത്തേക്ക് നടന്നു. കേവിന്റെ എൻട്രൻസ് നല്ല വട്ടത്തിൽ കെട്ടി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന കല്ല് വെച്ചിട്ട് തന്നെ നല്ല അലങ്കാര പണികൾ ചെയ്ത് മോടി കൂട്ടി വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് കീറാൻ വന്ന ആളെ കണ്ടപ്പോ ഞാൻ ടിക്കറ്റ് കൊടുത്തു. ടിക്കറ്റിന്റെ നടുക്ക് കീറി എനിക്ക് തന്നു. ഞാൻ കേവിന്റെ അകത്തേക്ക് നടന്നപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് സേഫ്റ്റി പ്രിക്കോഷൻസ് എന്നൊരു ബോർഡാണ്. അതിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി. ദാഹിച്ച് മോഹിച്ച് കാണാൻ വന്ന കേവിന്റെ അകത്തേക്ക് ഓരോ പടിയായിട്ട് ഞാൻ ഇറങ്ങി. ഇറങ്ങണ നേരത്തെ തന്നെ അകത്തുനിന്ന് ആരോ കയറി വരുന്നുണ്ട്. ഈ കാണുന്ന കല്ലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടാനുള്ളത്. അത് വെച്ചിട്ട് തന്നെയാണ് ഇവിടുത്തെ എല്ലാ പരിപാടിയും നടക്കുന്നത്. ഈ കല്ലിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് ഈ ഗുഹ ഉണ്ടായതും. CC കുറഞ്ഞ വണ്ടി കയറ്റം വലിക്കുന്ന പോലെ വന്ന ആ ഏട്ടനോട് കേവ് എങ്ങനെയുണ്ട് ചോദിച്ചു. സംഭവം കിടക്കനാണെന്ന് ആ ഏട്ടന്റെ ഒറ്റ ഡയലോഗ് മനസ്സിലായി. ഗുഹേന്റെ ഉള്ളിൽ ഗുഹ, ആ ഗുഹേന്റെ ഉള്ളിൽ തേനീച്ചന്റെ അട. തേനില്ലാത്ത അടയിനോണ്ട് മുട കാട്ടിയിട്ട് കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് നേരെ അടിക്ക് പോവാം. ഗുഹേന്റെ തുടക്ക ഭാഗത്ത് തന്നെ കല്ല് നല്ല ഡിസൈനിലിട്ട് ചൊർക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അവിടെ 2 പേരിരുന്ന് കഥ പറയുന്നുണ്ട്. പണ്ട് കാലത്തായിരുന്നേല് ആ 2 പേര് ബുദ്ധ സന്യാസിമാരായിരുന്നേനെ അല്ലേ? അകത്തേക്ക് നടന്നിട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ വാ പൊളിച്ച് നിൽക്കുന്ന ദിനോസറിന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് നോക്കണ പോലെയാണ് എനിക്ക് തോന്നിയത്. കേവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാൻ മടിയുള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതൊരു പ്രകൃതിദത്ത ഗുഹയാണ്. ഈ ഗുഹയ്ക്ക് ദശലക്ഷക്കണക്കിന് വർഷത്തിന്റെ പഴക്കമുണ്ട്. കാലങ്ങളായിട്ട് പ്രാദേശികവാസികൾ അറിയുന്ന ഈ ഗുഹ 1884 റോബർട്ട് ബ്രൂസ് ഫൂട്ട് എന്ന ആളാണ് പുറം ലോകത്തെ കാണിക്കുന്നത്. 1989 പ്രകൃതിയുടെ പൈതൃകമായിട്ട് ഈ ഗുഹേനെ ആന്ധ്ര ആർക്കിയോളജി വകുപ്പ് അംഗീകരിച്ചത്. പാവം ഗുഹ. 2002 ഗുഹേനെ ആന്ധ്രാപ്രദേശ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തത്. 2003 പണികളൊക്കെ കഴിപ്പിച്ച് നമ്മളെപ്പോലെയുള്ള ഊരുതണ്ടികൾക്കും ആസ്വാദകർക്കും വേണ്ടി തുറന്നു കൊടുത്തത്. അത് വളരെ നല്ലൊരു തീരുമാനമായി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ഗുഹയാണ്. എന്താലേ? അപ്പൊ 1ാമത്തെ എവിടെയാണല്ലേ? അത് മേഘാലയയിലാണ്. മൊത്തം 3 കിലോമീറ്ററുള്ള ഈ ഗുഹേന്റെ 1.5 കിലോമീറ്റർ നമുക്ക് നടന്ന് കാണാൻ പറ്റും. കറുത്ത ചുണ്ണാമ്പുകല്ലും വാച്ചിൽ ഉപയോഗിക്കുന്ന ക്വാർട്സ് ക്രിസ്റ്റലും ഒക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാ പിന്നെ അതൊക്കെ എടുത്തുകൊണ്ട് ഈ വാച്ച് ഉണ്ടാക്കുന്നവർക്ക് മറച്ചു വെക്കാന്ന് ആരും വിചാരിക്കണ്ട. ഞാൻ അങ്ങനെ വിചാരിച്ചു. ഇനി നമുക്ക് ഗുഹേന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാം. ഇവിടെ പല ഭാഗത്തായിട്ട് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ലൈറ്റ് കൂടി ഇല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഉച്ചയ്ക്ക് വരെ കൂറ്റാക്കൂട്ടി ഇട്ടാവും. ഈ ചുവന്ന ലൈറ്റ് കാണുമ്പോൾ ഒരു ദുരൂഹതയും ഭയമൊക്കെ തോന്നും. പക്ഷെ ഒന്നും പേടിക്കണ്ട, എന്ത് പറ്റിയാലും നമ്മളവിടെ സേഫാണ്. ഈ ഗുഹ എങ്ങനെ ഉണ്ടായതെന്നും കൂടി അറിയണ്ടേ? കുറെ വർഷങ്ങൾക്ക് മുമ്പ് ചിത്രാവതി നദിയുടെ ഭൂമിക്കുള്ളിലൂടെയുള്ള ഒഴുക്ക് കാരണം ഉണ്ടായതാണ് ഈ ഗുഹ. പിന്നെ ഈ പുഴ പറ്റിപ്പോയി. ഇവിടെ വരാൻ പറ്റില്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ അറിയാൻ പറ്റുന്ന വ്യത്യസ്തമായ ഒരു വലിയ അനുഭവം നഷ്ടമായെന്ന് ഞാൻ അപ്പൊ തന്നെ ആലോചിച്ചു. ഇവിടെ വരാൻ വേണ്ടി തീരുമാനിച്ച എന്റെ ബുദ്ധിയെ ശക്തിയെ ഞാൻ 101 വട്ടം ബഹുമാനിക്കുന്നു. ഗുഹേന്റെ ഉള്ളിൽ ഇപ്പോഴൊരു ഉറവ കാണാനുണ്ട്. ഉറവേന്റെ അടുത്ത് കൂടെ നടന്നപ്പോൾ ഞാൻ എന്റെ നിഴല് കണ്ടു. ഞാനൊരു ഹായ് കാണിച്ചു. ഞാൻ അറിയുന്ന ആളാണേ. ഇങ്ങനെ ഗുഹേന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ എന്റെ മുഖത്തുണ്ടാവുന്ന എക്സ്പ്രഷൻ കാണാൻ ഞാനൊരു സെൽഫി വീഡിയോ ഓണാക്കി. ഇത് കണ്ടോ എന്റെ മുഖത്തുള്ള സന്തോഷം? ആഹാ. പോയി നമ്മളെത്തിയത് ഒരു 4 കൂടിയ ജംഗ്ഷനിലാണ്. ഇവിടെ 3 വഴികൾ കാണാം. 3 വഴി 3 സ്ഥലത്തേക്ക് ആവുമല്ലോ എത്തിക്കുക. നമുക്ക് ആദ്യം തന്നെ ഇടതുവശത്തെ വഴി കൂടെ പോവാം. മൊത്തം ഗുഹ കാണാൻ ഇനിയും സമയം വേണം. ബാക്കി വീഡിയോ ഉടനെ തരാം. അതുവരെ ബൈ.